ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്നാപ്ടെക് മലയാളം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗൂഗിൾ ക്ലാസ് റൂമിലൂടെ നമുക്ക് എങ്ങനെ PDF ആയിട്ടും ഫോട്ടോസ് ആയിട്ടും അസൈൻമെൻറ്റ്സും വർക്ക്സും ഒക്കെ നമുക്ക് എങ്ങനെ ടീച്ചേഴ്സിലേക്ക് ഷെയർ ചെയ്യാം എന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. സ്റ്റുഡൻസിനൊക്കെ ഹെൽപ്ഫുള്ളായ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഗൂഗിൾ ക്ലാസ് റൂം എന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൂഗിൾ ക്ലാസ് റൂം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി ഒരു ക്ലാസ് റൂമിൽ ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ജോയിൻ ക്ലാസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ക്ലാസ്സിൻ്റെ കോഡ് ഇവിടെ എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് നിങ്ങളുടെ ക്ലാസ്സിൻ്റെ കോഡ് തന്നിട്ടുണ്ടാവും. ആ കോഡ് ഇവിടെ ഒന്നുകിൽ പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ അത് എൻ്റർ ചെയ്യുക. ശേഷം മുകളിൽ ജോയിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ശേഷം ആ ക്ലാസ്സിൽ തന്ന വർക്ക്സും അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശേഷം അങ്ങനെ നമുക്ക് അസൈൻമെൻറ്റ്സൊക്കെ സബ്മിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ തന്ന വർക്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് താഴെ യുവർ വർക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ജസ്റ്റ് ഒന്ന് മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആഡ് അറ്റാച്ച്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിലൂടെയാണ് നമ്മൾ ഫോട്ടോസും അല്ലെങ്കിൽ PDF ഒക്കെ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആഡ് അറ്റാച്ച്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ടേക്ക് എ ഫോട്ടോ, റെക്കോർഡ് വീഡിയോ, ഫയൽ, ലിങ്ക് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ടേക്ക് എ ഫോട്ടോ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സഡൻലി നമ്മൾ എടുത്തു കൊടുക്കുകയാണ് ഫോട്ടോ. ഇനി നിങ്ങൾ ഫയൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഇമേജസ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ക്യാമറയിൽ പോയിട്ട് നമ്മൾ എടുത്ത പിക്ക്, നമ്മൾ ഓൾറെഡി അസൈൻമെൻറ്റിൻ്റെയോ നോട്ട്സിൻ്റെയോ എടുത്തു വെച്ച പിക്ക് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പിക്ചർ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ആദ്യത്തെ പിക്ചർ സെലക്ട് ചെയ്യുക, ശേഷം ഓപ്പൺ കൊടുക്കാം. ശേഷം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഹാൻഡ് ഇൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സബ്മിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹാൻഡ് ഇൻ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ അസൈൻമെൻറ്റിൻ്റെ എല്ലാ ഫോട്ടോസും ആഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ആഡ് അറ്റാച്ച്മെൻറ്റ് കൊടുത്തിട്ട് വീണ്ടും ഫയലിൽ ചെല്ലുക, നമ്മൾ ഓരോ ഫോട്ടോസും സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ അസൈൻമെൻറ്റിൻ്റെ എല്ലാ ഫോട്ടോസും ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഹാൻഡ് ഇൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളിത് സബ്മിറ്റ് ചെയ്യാനുള്ള അടുത്ത ഘട്ടമാണ് ഹാൻഡ് ഇനിൽ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഹാൻഡ് ഇൻ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് വീണ്ടും ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അതിനുശേഷം വീണ്ടും ഹാൻഡ് ഇൻ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ വർക്ക് സബ്മിറ്റഡ് ആയി എന്ന് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ 1-2 ഫോട്ടോസ് മാത്രമാണെങ്കിൽ നമുക്ക് ഈ ആഡ് അറ്റാച്ച്മെൻറ്റിൽ പോയിട്ട് നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് അസൈൻമെൻറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് ഓരോ തവണയും ആഡ് അറ്റാച്ച്മെൻറ്റ് കൊടുത്ത് നമ്മൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറേ ടൈം വേസ്റ്റായി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ PDF ആക്കിയിട്ട് നമ്മൾ സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോ ഫോണിലും ഓരോ സെറ്റിങ്സ് ആയതുകൊണ്ട് തന്നെ ഓണർ പോലുള്ള ഫോണുകളിൽ നമുക്ക് ഗാലറിയിൽ ചെന്നിട്ട് ഫോട്ടോ സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ക്രിയേറ്റ് PDF എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PDF ആയിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. എന്നാൽ എല്ലാ ഫോണുകളിലും ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഓണർ പോലുള്ള ഫോണുകളിൽ നമുക്ക് എങ്ങനെ PDF ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന എൻ്റെ ഫ്രണ്ടാണ്, സോ അവൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും. ഗാലറിയിൽ പോയിട്ട് ഇതിൽ പോയിട്ട് സെലക്ട് ആക്കുക, എന്നിട്ട് ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഓർഡറിലുണ്ടോയെന്ന് നോക്കുക, എന്നിട്ട് സേവ് ചെയ്യുക. PDP
അസൈൻമെന്റ് കൊടുക്കുക. എന്നിട്ട് സേവ് അടിക്കുക. എന്നിട്ട് ബാക്ക് അടിക്കുക. എന്നിട്ട് നേരെ ഫയലിൽ പോവുക. എന്നിട്ട് ഇത് സെർച്ച് ആക്കിയാൽ മതി. എന്താണ് EDP അസൈൻമെന്റ് ഉണ്ടാവും. അത് തൊടുക. PDF റെഡി. എല്ലാ ഫോണുകളിലും PDF ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവണമെന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് PDF ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ആപ്പ് പരിചയപ്പെടുത്താം. അഡോബ് സ്കാനർ എന്നാണ് ആപ്പിൻ്റെ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കുക. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് ഇമേജിൻ്റെ ഒരു ചിഹ്നം കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഗാലറി ഫോട്ടോസ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നിങ്ങളുടെ നോട്ട്സ് അല്ലെങ്കിൽ അസൈൻമെൻറ്റ്സിൻ്റെ ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇമേജിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ചെറുതായിട്ട് കട്ട് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് ഒന്ന് നേരെയാക്കിയാൽ മതി. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയിം മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ഇവിടെ നെയിം ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നെയിം കൊടുക്കുക. നെയിം കൊടുത്ത ശേഷം നിങ്ങൾക്ക് മുകളിലായിട്ട് സേവ് PDF എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കിങ്ങനെ PDF ഒക്കെ നമുക്ക് എങ്ങനെ സബ്മിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ക്ലാസ് റൂം നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്യുക. ആഡ് അറ്റാച്ച്മെൻ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അഡോബ് സ്കാനർ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കാണാവുന്നതാണ്. അപ്പോൾ അഡോബ് സ്കാനറിലാണ് നിങ്ങൾ PDF ക്രിയേറ്റ് ചെയ്തതെങ്കിൽ അഡോബ് സ്കാനർ എന്ന ഓപ്ഷനിലായിരിക്കും നിങ്ങളുടെ PDF ഉണ്ടാവുക. നിങ്ങൾ നോർമലി ഗാലറിയിൽ നിന്നാണ് നിങ്ങൾ PDF ക്രിയേറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ ഫയലിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ അങ്ങനെ അറ്റാച്ച് ചെയ്ത ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് വർക്ക്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.